ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദേ വണ്ണപ്പുറത്തൊരു കിടിലൻ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സായിട്ട് ചില്ലടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ആ ഒരു താളം വൈബൊക്കെ ആയിട്ട് നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സ്പോട്ടാണത്. ഈ വെങ്ങാടൻ തട്ടുകടയിലാണ് ഈ ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ചേക്കുന്നത്. അത്യാവശ്യം ടെൻ്റൊക്കെ അടിച്ച് കളിപ്പാട്ട് പാടാനും പുറത്തുനിന്ന് ഔട്ട്ഡോർ ഫുഡ് കഴിക്കാനും. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? എവിടെ നിന്ന് വരുന്നത്? പന്തളം. പന്തളം നമ്മൾ വണ്ണപ്പുറത്ത് വന്നിട്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നല്ല റിവ്യൂ. ഓക്കെ, ഓ ആദ്യമായിട്ടാണ് കഴിക്കണേ? അതെയോ? അതെ, അപ്പൊ ഇനി വരും. ഇനി ഇവിടെ വണ്ണപ്പുറം വന്നേ. ഓ ഓ, വന്ന വഴി നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ നല്ല റിവ്യൂ. ഓ, അപ്പൊ പാഴ്സലും പറഞ്ഞു. അപ്പൊ അത്യാവശ്യം നല്ല ഫുഡ് ആയിരിക്കണം. അതുകൊണ്ട് ആയാലും നിങ്ങൾ അങ്ങനെ പറയുന്നത്. എന്തായാലും സന്തോഷം. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര ഗാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വന്നാളിയാ. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണോ? എങ്ങനെയുണ്ട് ഫുഡ്? ഫസ്റ്റ് ടൈം കഴിക്കണേ? അതെയോ? നല്ല ഫുഡാണോ? ഓക്കെ. ഇവിടുത്തെ സ്ഥലത്ത് ആസ്ഥാന സാധനമുണ്ട്. എങ്ങനെയല്ലേ ഇവിടുത്തെ ഫുഡ്? എന്നാലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ, വെറൈറ്റി മെനൂസ് ഇവിടെ കൊടുക്കുന്നത്. എന്നെ പോയി കഴിക്കണേ? ലിവറും സോ ടേസ്റ്റി. ഫുഡ് എൻജോയ് ചെയ്യട്ടോ. വേറെ വൈബാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? എങ്ങനെയുണ്ട്? कैसे खाना कैसे? कैसे यार? अच्छा है. क्या साथ है? कलकत्ता. इधर किधर काम करता है? कोदमंगलम. ओ, कोदम से इधर आ गया खाना के लिए? काम किया. खाना कैसे? अच्छा. അപ്പൊ എടാ കണ്ണാപ്പി, പിന്നെ മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ നിങ്ങളുടെ ഫാനായെന്ന് പറഞ്ഞിട്ടല്ലോ. ഇതാണ്ട് ഇവിടെ കുക്ക്, സംസ്ഥാന കുക്ക്. അതാണ് നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട്. അപ്പോ നിങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ചെലവുണ്ടോ? നമുക്കൊരു 10 മണിക്കകത്ത് തീർന്നു പോകുന്നു. അതെ, തീർന്നു പോവാണ്. രക്ഷയില്ല. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ ഓർത്തു ചിലപ്പോൾ ആൾക്കാർ ഇറങ്ങില്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ ഇറങ്ങി. ഇപ്പൊ എല്ലാം തന്നെ തീർന്നു. ബീഫ് മാത്രമേ ഉള്ളൂ. അതെയോ? എന്നും വന്നാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതാണ് പലരും അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ചിലവരൊക്കെ പ്രതീക്ഷയോടെ തന്നെയാണ്. പക്ഷെ അപ്പൊ കിട്ടുന്നില്ലാത്തണ്ടേ. അതെല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം വേസ്റ്റ് പലയിടത്തും ഫുഡ് വേസ്റ്റ് വരിക, നമുക്കിവിടെ തികയുന്നില്ല. അതാണ് വളരെ സന്തോഷമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബോഡി മെക്കാനിക് പറയൂ, ഫുഡിനെ പറ്റി പറയൂ. അടിപൊളി ഫുഡാ. നിങ്ങളുടെ മസിലിന്റെ രഹസ്യം ഇവിടുത്തെ ഫുഡാണോ? ഇവിടുത്തെ ഫുഡിന്റെ രഹസ്യമാണോ ബോഡി മെക്കാനിക്? പിന്നെ ജിമ്മ് കഴിഞ്ഞാൽ നേരെ വരും. മെയിൻ ഐറ്റം അതെയോ? ഇതാണ് നിങ്ങളുടെ രഹസ്യം പുറത്തു വന്നു. ബോഡി മെക്കാനിക്കിന്റെ രഹസ്യം പുറത്തു വന്നു. ദൈവമേ. അപ്പൊ ഗൈസ്, എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. വണ്ണപ്പുറത്ത് വരുവാണെങ്കിൽ നമ്മുടെ വെങ്ങാടൻസ് തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. വണ്ണപ്പുറത്ത് നല്ല അടിപൊളി തട്ടുകട. അത് വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ വെങ്ങാടൻസ് തട്ടുകട. അപ്പൊ അതിന്റെ ബാക്കിലാണ് കട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് ഒരു 10 മണിയൊക്കെ ശരിക്കും ഫുഡ് തീർന്നു പോകണം. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ വന്ന് ഫുഡ് കഴിക്കണം. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ വണ്ണപ്പുറത്തുനിന്ന് അമ്പലപ്പടി പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ തിയേറ്റർ ഇരുന്നതിന് തൊട്ട് ചേർന്ന ഉള്ളിലൊരു നമ്മുടെ ചൂരക്കുഴിയുടെ ഒരു കോംപ്ലക്സ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്താണ് നല്ല അടിപൊളി ടേസ്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് കഴിച്ചു നോക്കിയ റിവ്യൂസ് എന്തായാലും ഉറപ്പായിട്ടും രേഖപ്പെടുത്തും കേട്ടോ. ഓക്കെ, ബൈ.